വണക്കം, ദിസ് ഇസ് സ്റ്റാർട്ട് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിലോട്ട് പോകാൻ. വൈകിട്ട് സമയം ഇപ്പോൾ 5 മണിയായി. ഒരു സൺസെറ്റ് ടൈമിൽ അമ്പലമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പം ഏതുവരെ വീഡിയോ എടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഇനി അമ്പലത്തിൽ കയറി തൊഴിലിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നടന്ന് ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ ഇവിടെയാണ് ബൃഹദേശ്വര ടെമ്പിളിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ എൻട്രൻസിലോട്ട് കയറുവാണ്. ഇതാണ് ആ ബൃഹദേശ്വര ടെമ്പിളിലോട്ട് നമ്മൾ എൻട്രി ആവുന്നു. അകലി രസം നോക്കി ആ ഒരു ആ ഗോപുരത്തിന്റെ വർക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ, വലിയ അമ്പലം നോക്കിയേ. അപ്പം ഈ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവരിവിടെ പറയുന്നുണ്ട് കേട്ടോ. തഞ്ചാവൂർ ആൻഡ് ദ ചോള രാജാക്കന്മാരുടെയും വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ ഇവിടെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ഒരു ചെറിയ മാപ്പ് പറയുന്നുണ്ട് എന്തൊക്കെയുള്ളത്. മറാത്ത എൻട്രൻസ്, കേരളൻ തിരുവസൽ, രാജരാജൻ തിരുവസൽ, നന്ദി മണ്ഡപം, വരാഹി ഷ്രൈൻ, അങ്ങനെ കുറേ കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് മാപ്പാണ് ബൃഹദേശ്വര ടെമ്പിളിൻ്റെ. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഇതാണ്. ഇതിനകത്തോട്ട് നമ്മളിനി കയറാൻ പോവാണ് കേട്ടോ. ബൃഹദേശ്വര ടെമ്പിളിന് തഞ്ചൈ പെരിയ കോവിൽ, ബിഗ് ടെമ്പിൾ, അങ്ങനെ പല പല പേരുകളിൽ ഈ വലിയ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ ആണ്. മാത്രമല്ല ഇത് തമിഴ് ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കൂടിയാണ് ഈ ടെമ്പിൾ. ചോള എംപററായ രാജരാജ 1 ഇത് 1010 CEയിലാണ് ഇത് പണിതത്. ആൻഡ് ഈ ടെമ്പിൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന 3 ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു ക്ഷേത്രമാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ. 2010 ഈ അമ്പലം പണിതിട്ട് 1000 വർഷം പൂർത്തിയായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും, 1000 വർഷത്തിന് മേലെ പണിത ഒരു ക്ഷേത്രമാണ്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശിവലിംഗമാണ് അകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ശിവൻ ഭഗവാനെ കൂടാതെ നന്ദി, പാർവതി, മുരുകൻ, ഗണേശൻ, ദക്ഷിണാമൂർത്തി, വരാഹി, അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളും അമ്പലത്തിന് ചുറ്റും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറണം കേട്ടോ. അമ്പലത്തിൽ 3/4 ഒന്നും ഇട്ട് കയറാൻ പറ്റില്ല. പാൻസ് ഇടാം, ഷർട്ട് ഇടാം, പിന്നെ മുണ്ട് വേണമെങ്കിൽ മുണ്ടെടുക്കാം, പിന്നെ അതേപോലെ സാരി ആണെങ്കിൽ സാരി, ചുരിദാർ അങ്ങനെയുള്ളതൊക്കെ ഇടാം. ഇവിടെ ചപ്പൽ ആൻഡ് ക്ലോക്ക് റൂം ഡെപ്പോസിറ്ററി ആണ്, ക്ലോക്ക് റൂം ആൻഡ് ഷൂ ഡെപ്പോസിറ്ററി. അപ്പോൾ ക്യാമറ ഏതുവരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. ഇവിടെ നമ്മൾ ചപ്പലൊക്കെ ഏൽപ്പിച്ചു, പക്ഷേ ബാഗ്, ക്യാമറ ഒക്കെ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ക്യാമറ കൊണ്ടുപോകൂടാന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും കയ്യിൽ കരുതുകയാണ്. റെസ്ട്രിക്ഷൻ ഉണ്ടോയെന്നൊന്നും അറിയില്ല, എന്തായാലും പോയി നോക്കാം. എന്തായാലും ക്ലോക്ക് റൂമിൽ നമ്മൾ ചെരുപ്പെല്ലാം ഏൽപ്പിച്ചു, 10 രൂപയാണ്. അപ്പോൾ അത് ഏൽപ്പിച്ചിട്ട് അമ്പലത്തിനകത്തോട്ട് കയറണം. കാരണം നോർമലി അകത്ത് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഐ മീൻ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. എടുത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് പണ്ടാണ്. എന്തായാലും ഞാൻ ബാഗ് ആ ഒരു വിശ്വാസത്തിലാണ് കൊണ്ടുപോകുന്നത്. എല്ലാവരും മൊബൈൽ ഫോണും ബാഗും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും കൊണ്ടുപോയി നോക്കാം. ഉള്ളിൽ കയറ്റുമെങ്കിൽ കയറിപ്പോവാം, അല്ലെങ്കിൽ തിരിച്ച് ക്ലോക്ക് റൂമിൽ എത്തിച്ചിട്ട് പോകേണ്ടി വരും. എനിവേസ് വി ആർ എൻട്രിങ് ഇൻ ടു ദ ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂർ. ബിഗ് ടെമ്പിൾ എന്നാണ് ഇവിടെ എല്ലാ ബോർഡ് കേട്ടോ. ബൃഹദേശ്വര ടെമ്പിൾ എന്നല്ല, ബിഗ് ടെമ്പിൾ, തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എന്നാണ് ഇവിടെ എല്ലായിടവും ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ബൃഹദേശ്വര ടെമ്പിൾ. അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്തു. അതായത് നമുക്ക് കയ്യിലുള്ള ട്രൈപോഡ് വെക്കാൻ പറ്റില്ല, മോണോപോഡോ ട്രൈപോഡൊന്നും വെക്കാൻ പറ്റില്ല. അതുകൂടി മേടിച്ചു. പിന്നെ ക്യാമറ കൊണ്ടുപോകും, എന്നാലും ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ടെമ്പിൾ. അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു സൺസെറ്റ് ടൈമിലെ ഭംഗി എന്താ നോക്കി, എന്ത് രസമാണ് നോക്കിയെന്നോ. അത് നോക്കെ
സൂപ്പറാട്ടോ കാണാനായിട്ട്. ആ ഒരു സൺസെറ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത്. എന്ത് രസം നോക്കല്ലേ, ഭയങ്കര ബ്യൂട്ടിയാണ്. ഒന്ന് നമ്മുടെ ആ ഒരു ടെമ്പിളിൻ്റെ ഒരു സ്ട്രക്ചറും ആ ഒരു ആർക്കിടെക്ചറും, പിന്നെ ആ ഒരു ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ ഒരു അമ്പലം. ആ ഒരു സൺസെറ്റ് ടൈം ഈസ് വെരി സ്പെഷ്യൽ. അപ്പം നല്ല അടിപൊളി ആർക്കിടെക്ചറാണ് കേട്ടോ ഈ ഒരു ഫ്രണ്ട് വരുന്ന ഗോപുരം കയറി വരുമ്പോൾ വലിയൊരു നന്ദിയിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് മെയിൻ അമ്പലം അതിനകത്താണ്. എനിക്ക് രസം നോക്കിയാൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നല്ല രസമാണ്, ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു അമ്പലം. അത്ര വലിയൊരു ഏരിയയിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ അമ്പലത്തിൻ്റെ ഇവിടെ ഉള്ളത് വലിയൊരു നന്ദികേശനാണ്. ശിവൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വലിയൊരു നന്ദികേശനാണ്. അപ്പോൾ അവിടെ ഒരു പോറ്റി പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആ ഒരു ശിവ ടെമ്പിള്. നോർമലി ഇവിടെയാണ് സ്റ്റേജ് കെട്ടി പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്, ഡാൻസ് ഫെസ്റ്റിവലൊക്കെ. ഇതൊരു അമ്പലമാണ്. ഇതാണ് മെയിൻ ടെമ്പിൾ. ഇതിൻ്റെ പുറകിൽ ആ ഒരു സൺസെറ്റ് ടൈമിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ഭയങ്കര രസമാണ്. ഒരുപാട് പേര് തൊഴാനും ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു സൺസെറ്റ് ടൈമിലൊക്കെ വന്നാൽ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിലെ കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. ചെറിയൊരു അർച്ചനയ്ക്ക് കൊടുത്തു. അർച്ചന 100 രൂപയായിരുന്നു അത് കൊടുത്തത്. ആ പുറത്തിറങ്ങിയപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഇട്ടു, ഒരു ഫോക്കസ് ലൈറ്റ് പോലെയൊക്കെ ഇട്ടു. നല്ല ഭംഗിയാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു ഡേ ലൈറ്റിനേക്കാൾ അത്രയും ഭംഗി തന്നെ ഉണ്ട് നമുക്ക് ആ ഒരു ലൈറ്റപ്പ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഈ അമ്പലത്തിൽ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചുറ്റും നടന്നൊന്ന് കാണാം. ചുറ്റും നടന്നൊക്കെ ഒന്ന് കാണാം. നമുക്ക് എന്ത് രസമാണ് ആ ഒരു ലൈറ്റൊക്കെ ചെയ്തപ്പോൾ. ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയും കൂടെ വന്നു കേട്ടോ. ആ ഒരു മതിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കിടക്കുന്നുണ്ടോ, നല്ല രസമല്ലേ. അത് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ അമ്പലം? അമ്പലം ഇഷ്ടപ്പെട്ടോ? അത് നല്ല അമ്പലമാണോ? ഓക്കെ. അപ്പോൾ ഈ ചുറ്റും ഒരുപാട് ശിവലിംഗം ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് ശിവലിംഗം ചുറ്റും വെച്ചിട്ടുണ്ട്. ഈ സൈഡിലെല്ലാം ശിവലിംഗമാണ് വെച്ചേക്കുന്നത് കേട്ടോ ചുറ്റും. അപ്പോൾ ഇതാണ് ആ ബൃഹദേശ്വര നമ്മുടെ തഞ്ചാവൂരിലെ ആ ഒരു അമ്പലം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിള് രാത്രി കാണുന്നൊരു കാഴ്ചയാണ്. എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ചുറ്റും അതിനെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയാണ്. നല്ല രസമാണ് കാണാൻ. നല്ലൊരു അന്തരീക്ഷമാണ്. എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ നമുക്കിവിടെ വന്നിരുന്നാൽ ലഭിക്കുന്നത്. ഭയങ്കര രസമാണ്. എന്താ പറയുക, നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ വരുന്നവർ എനിക്ക് തോന്നുന്നു വൈകിട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് വെയിലിൻ്റെ ഒരു കാഠിന്യം കുറയും. കാര്യം ഇവിടെ തറയൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും, അത്രയും എക്സ്പോസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ വൈകിട്ടൊരു 4 മണിക്ക് വന്നാൽ ഈ ഒരു സൺസെറ്റ് ടൈമൊക്കെ ആസ്വദിച്ച് തൊഴുത് വളരെ ശാന്തമായിട്ട് ഇവിടെ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോവാം. അത്ര നല്ലൊരു അമ്പലമാണ് ഈ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം തിരക്ക് കുറവുണ്ട്, പിന്നെ നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടൈം. അതുമൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. അതുമൊക്കെ അത്രയും തൊഴുത് നമ്മൾ ചെറിയൊരു അർച്ചനയൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ നല്ല കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബൃഹദേശ്വര ടെമ്പിള് തൊഴിലിട്ട് തിരിച്ചിറങ്ങാൻ പോവാണ്. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഭയങ്കര ഒരു ഡിവൈൻ ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒന്ന് അമ്പലത്തിൻ്റെ സ്ട്രക്ചറുള്ള ഒരുപാട് കാണാനുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നാൽ. അപ്പം ടെമ്പിൾസൊക്കെ യാത്ര ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് തമിഴ്നാടൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് തഞ്ചാവൂർ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് and hit the bell icon to notification for our next video. This is Trap Cup. We are in